ഇപ്പോൾ വാഹനം കയറ്റുകയാണ് ദീപക്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ജലത്തിൽ നിന്ന് വാഹനം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗംഗാവാലി പുഴയിൽ നിന്ന് വാഹനം ഇപ്പോൾ മുകളിലേക്ക് കയറ്റുകയാണ്. അവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തു നിന്നും കോരിയിട്ടിരിക്കുന്ന മണ്ണ് കിടക്കുന്നുണ്ട്. ആ മണ്ണ് കിടക്കുന്ന ഭാഗത്തു കൂടി മുകളിലേക്ക് ഈ ട്രക്ക് കയറ്റുക എന്നത് ശ്രമകരമാണ്. എങ്കിലും ഇപ്പോൾ 2 ക്രെയിനുകൾ മുകളിൽ നിർത്തിയിട്ടിട്ടുണ്ട്. താഴെയുള്ള ഡ്രഡ്ജറിൽ നിന്ന് കൃത്യമായ ഒരു സപ്പോർട്ട് കൂടി കൊടുത്തുകൊണ്ടാണ് വാഹനം ഇപ്പോൾ മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാഹനത്തിന്റെ ഒരു പൂർണ്ണ ദൃശ്യം, അതായത് ആ ട്രക്കിന്റെ ആ ഒരു പ്രൊഫൈൽ അതേപടി നിൽക്കുന്നുണ്ട്. എന്നാൽ ഷാസി ഭാഗത്തുണ്ടായിരുന്ന മറ്റ് മരം സ്ഥാപിക്കുന്ന ഇടത്തുള്ള ഭാഗങ്ങളടക്കം ആ പാർട്ടുകളെല്ലാം, മെറ്റാലിക് പാർട്ടുകളൊക്കെ തകർന്നു പോയിട്ടുണ്ട് പൂർണ്ണമായും. വാഹനത്തിന്റെ ഷാസി ഭാഗം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ഒപ്പം ക്യാബിൻ ഭാഗത്തിന്റെ മുകൾ ഭാഗമടക്കം പൂർണ്ണമായും ഇടിച്ചു ചുരുങ്ങിയ അവസ്ഥയിലാണ്. വലിയ ഭാരമുള്ള വസ്തുക്കളൊക്കെ വന്നടിഞ്ഞതിന്റെ ഭാഗമായി ആ ആഘാതം ആ വാഹനത്തിന് ഏറ്റതിന്റെ കൃത്യമായി മനസ്സിലാക്കാവുന്ന തരത്തിലാണ് അർജുന്റെ ട്രക്ക് ഇപ്പോൾ കിടക്കുന്നത്. ട്രക്ക് ഇപ്പോൾ ഗംഗാവാലി നദിയിൽ നിന്ന് കരഭാഗത്തേക്ക് പൂർണ്ണമായും കയറ്റി നിർത്തിയിരിക്കുകയാണ്. ട്രക്കിന്റെ പൂർണ്ണ രൂപമായി തന്നെയാണ് ആ ട്രക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് വിഘടിച്ച് പോയിട്ടില്ല. അതിന്റെ മുകൾ ഭാഗത്ത് ഈ മരങ്ങൾ ലോഡ് ചെയ്തിരുന്ന ഭാഗത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാബിൻ ഭാഗം ഇടിച്ചു ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്. ആ ക്യാബിനുള്ളിലായിരുന്നു അർജുന്റെ മൃതദേഹവും കിട്ടിയത്. ഇനിയിപ്പോൾ DNA പരിശോധനയിലൂടെ വേണം അത് അർജുന്റെ മൃതദേഹമാണ് എന്ന് ഉറപ്പിക്കാൻ. കാരണം 3 തിരോധാന കേസുകൾ ഈ ഷിരൂർ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിന്റെ ഭാഗമായി DNA പരിശോധന അനിവാര്യമാണ്. അർജുന്റെ വാഹനത്തിൽ നിന്ന് കിട്ടിയ മൃതദേഹ ഭാഗമാണെങ്കിലും അത് അർജുന്റേതാണ് എന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തണം എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. DNA പരിശോധനയ്ക്കായി അർജുന്റെ സഹോദരന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്നുള്ള സാമ്പിൾ കൂടി എടുത്ത ശേഷമായിരിക്കും DNA പരിശോധന നടത്തുക. ദീപക് മലയമ്മ, ഇപ്പോൾ ആ ശ്രമകരമായ ദൗത്യമാണ്. അവിടെ വെളിച്ചം ഏർപ്പെടുത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ പോലും ഈ ക്രെയിൻ കൂടി പ്രവർത്തിപ്പിക്കേണ്ടതിനാൽ പൂർണ്ണതോതിൽ സാധ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഇരുട്ട്, അതോടൊപ്പം തന്നെ ആ ഒരു താഴേക്ക് കിടക്കുന്ന മണ്ണ് പലയിടങ്ങളിലും കൂടിക്കിടക്കുന്നത് ഒക്കെ ഈ വാഹനം മുകളിലേക്ക് വലിച്ചു കയറ്റുന്നതിനൊരു പ്രതിസന്ധിയാവുകയാണോ? നേരത്തെ തന്നെ അവിടെ വെളിച്ച സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ദൗത്യം നടക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ വെളിച്ച സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണതോതിൽ പര്യാപ്തമല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ലോറി വീണ്ടും തിരികെ മുകൾ തട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടം കെട്ടി അത്തരത്തിൽ ലോറിയെ വലിച്ചു കയറ്റാനുള്ള ശ്രമമായിരുന്നു പ്രാഥമികമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ആ വടം പൊട്ടിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ആ വടം ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് അതിന്റെ മുകൾ തട്ടിലേക്ക് ഉയർത്തി തന്നെ അത് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ലോറി മുകൾ തട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ ലോറിയുടെ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അത് പൂർണ്ണമായും തലകീഴായി കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഏതാണ്ട് കരയോട് അടുപ്പിച്ചതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്ത് അതിന്റെ താഴ്ഭാഗത്ത്, അതായത് വാഹനം തലകീഴായി കിടക്കുമ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് ക്രെയിനിൽ നിന്നുള്ള ഒരു വടം ഘടിപ്പിച്ച് അതിനെ നേരായ ദിശയിലേക്ക് മറിച്ചിടുന്ന കാഴ്ച കൂടി കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം അത് വലിച്ചു കയറ്റാം എന്നുള്ളതായിരുന്നു ധാരണയായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നീക്കിയിട്ടിരിക്കുന്ന മണ്ണ് വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വടം ഉപയോഗിച്ച് ആ ക്രെയിൻ പുറകോട്ടെടുത്തുകൊണ്ട് വലിച്ചു നീക്കി മുകളിലേക്ക് എത്തിക്കാമെന്നുള്ള ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ക്രെയിൻ ഡ്രഡ്ജറിലുള്ള ക്രെയിനും ഒപ്പം തന്നെ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന ക്രെയിനും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ട് അല്പം ഉയർത്തിയെടുക്കാനുള്ള നീക്കം നടത്തുകയായിരുന്നു. അതിനിടെയാണ് വടം പൊട്ടിപ്പോയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വീണ്ടും വടം ഘടിപ്പിച്ചുകൊണ്ട് അത് ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത്. ഈ വാഹനത്തിന്റെ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. അതിന്റെ വളരെ ഹാർഡായിട്ടുള്ള പാർട്ടുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല. അതേസമയം തന്നെ വാഹനത്തിന്റെ ബോഡി പാർട്ടുകൾ, അത് താരതമ്യേന അത്ര കണ്ട് ശക്തമല്ലാത്ത ലോഹഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 71 ദിവസങ്ങൾക്ക് ശേഷം ആ വാഹനം കണ്ടെത്തുന്ന ഘട്ടത്തിൽ പോലും അതിന്റെ ക്യാബിൻ പാർട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. നിരവധിയായ കല്ലും മരത്തടികളും മണ്ണും ഒക്കെ പതിച്ച അത്തരത്തിൽ ചളുങ്ങിയ നിലയിലാണുള്ളത്. നേരത്തെ കണ്ടെത്തിയ വാഹനങ്ങളൊക്കെ എന്ന് പറയുന്നത് പൂർണ്ണമായും അത് തകർന്നു പോവുകയും പല മേഖലകളിലേക്ക്
ഭിന്നിച്ചു കിടക്കുന്നതും ഒക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് ഈ വാഹനത്തിന്റെ ഹാർഡായിട്ടുള്ള പാർട്ടുകൾക്ക് അത്ര കണ്ട് പരിക്കേൽക്കുന്ന സാഹചര്യമില്ല. ബോഡി പാർട്ടുകൾ പൂർണ്ണമായും തകർന്നു. അതിന് ചെയ്സ് ഉൾപ്പെടെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അപകടം നടന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ മേഖലയിൽ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ആ ശ്രമങ്ങൾ ഒക്കെ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലാകുന്നു. പക്ഷെ അപ്പോഴും ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഈ അർജുന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിസൾട്ടിലേക്ക് ആത്യന്തികമായി അർജുന്റെ കുടുംബത്തിന് ആശ്വാസമാകുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ അർജുൻ എവിടെ എന്ന് ലോക മലയാളികൾ ഒന്നടങ്കം അർജുന്റെ അമ്മയോടൊപ്പവും സഹോദരിയോടൊപ്പവും ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം എന്നതിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തിയെന്ന് പറയേണ്ടി വരും. എന്നാൽ പോലും അത് അല്പം ആശ്വാസകരമാണ് എന്ന് പറയാതിരിക്കാനും സാധിക്കുകയില്ല. ഈ ഘട്ടത്തിൽ ഈശ്വർ മൽപ്പെ ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധർ നടത്തിയ നീക്കങ്ങൾ, ഒപ്പം തന്നെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സേനാ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ എടുത്തു പറയേണ്ടതുമാണ്. നേവി ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ സോണാർ ടെക്നോളജി ഉപയോഗിച്ചൊക്കെ നടത്തിയ നീക്കങ്ങൾ ശ്രദ്ധേയവുമാണ്. എന്തായാലും ആ മേഖലയിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് രേഖപ്പെടുത്താൻ കഴിയുകയും ആ രേഖപ്പെടുത്തിയതനുസരിച്ച് വാഹനം അവിടെ ഉണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിന്റെ പുറത്ത് ഡൈവേഴ്സ് നടത്തിയ നീക്കങ്ങൾ ഏതാണ്ട് 15 അടിയോളം താഴ്ചയിൽ മണ്ണിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ ഒരു വാഹനത്തിന്റെ കറുത്ത ഭാഗം ആദ്യഘട്ടത്തിൽ കണ്ടെത്തുന്നത്. അങ്ങനെ അത് കണ്ടെത്തി കഴിയുമ്പോൾ തന്നെ 2 ഡൈവേഴ്സ് ആണ് ഇന്ന് അവിടെ പൂർണ്ണതോതിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകണം. ദീപക് മലയമ്മ, അവിടെ വാഹനം ഉയർത്താനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഡ്രഡ്ജറിൽ ഘടിപ്പിച്ചിരുന്ന ക്രെയിനിലെ ഹൂക്ക് വഴി വാഹനം ഉയർത്തി കൊടുക്കുകയും തീരത്ത്, അതായത് റോഡിന്റെ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന 2 ക്രെയിനുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റാനുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ പൂർണ്ണമായും വിജയം കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കരയിലേക്ക് കയറ്റാൻ കഴിഞ്ഞു, എന്നാൽ മുന്നോട്ടേക്ക് നീക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആ ഡ്രഡ്ജറിലെ ക്രെയിനിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് വാഹനമുള്ളത്. വീണ്ടും ആ വടം വിഘടിച്ചു പോയോ എന്നതാണ് അറിയേണ്ടത്. നമുക്ക് AK അഭിലാഷിലേക്ക് ഒന്ന് പോകണം. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ ആ വടം ഘടിപ്പിച്ചതിൽ നിന്ന് ചെറിയ രീതിയിൽ അത് വിട്ടു വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ ഒന്ന് കാണുന്നത് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീടാണ്. അർജുൻ്റെ വാഹനം കണ്ടെടുത്ത വിവരമറിഞ്ഞ് നിരവധി ആളുകൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കുടുംബാംഗങ്ങളെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. AK അഭിലാഷ്, ഇപ്പോൾ